ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് ചുറ്റും വെച്ചുകൊണ്ടാണ്, പൂക്കൾക്ക് പകരം പുസ്തകങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് വരുന്നത് ഇതുപോലെ ഒരുപാട് സൗഹൃദ കൂട്ടായ്മകളിലൂടെയാണ്. നമ്മൾ ഏതൊരു പണിയായുധവും പണിഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒരേ സമയം എഴുത്തുകാരൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വായനക്കാരൻ്റെ ഭാഗത്തും നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ വാക്കുകളും കടഞ്ഞെടുക്കുന്നത്. പക്ഷെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ത്രീകൾ തന്നെ പലപ്പോഴും പ്രതികരിക്കാൻ മടിക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കരുത്തുറ്റ പ്രതികരണശേഷിയുള്ള ഒരു സ്ത്രീ സമൂഹം കൂടെ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ വായന എനിക്ക് എന്താ പറയണ്ടേ, വിശ്രമം തരാത്തൊരു ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വായന എനിക്ക് എന്താ പറയണ്ടേ, വിശ്രമം തരാത്തൊരു ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വായന എനിക്ക് എന്താ പറയണ്ടേ, വിശ്രമം തരാത്തൊരു ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വായന എനിക്കൊരു അനുഭൂതിയുടെ ഒരു ലോകം സൃഷ്ടിക്കുന്നുണ്ട്. ശ്രീ ലതീഷ് ബാബു, അങ്ങ് സാഹിത്യത്തിലെ പരീക്ഷണങ്ങളെക്കുറിച്ചും വായനക്കാരൻ്റെ ആസ്വാദന നിലവാരത്തെക്കുറിച്ചും അങ്ങയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. കൈരളിയുടെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ബന്ധപ്പെട്ടവർക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ തുടങ്ങി. പക്ഷേ എഴുത്ത് എന്നത് എന്നെ വലിയ തോതിലൊന്നും ഗൗരവത്തോടു കൂടി എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ എഴുത്തിനെ ഞാൻ കൊണ്ടുപോയത്. അംബുജം കടമ്പൂർ നേരത്തെ പറഞ്ഞു 30 പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ടെന്ന്. ഞാൻ ആകെ എഴുതിയത് കഥാസമാഹാരങ്ങൾ 4 എണ്ണം മാത്രമാണ്. അപ്പോൾ അതുപോലുള്ള വലിയ എഴുത്തുകാരികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഇടയിൽ എന്നെയും ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സന്തോഷവും അതിൻ്റെ അഭിമാനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുപാടുകളിലുള്ള എൻ്റെ കഥാപാത്രങ്ങളെ, ജീവിക്കുന്ന കഥാപാത്രങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ കാണുന്ന, ഞാൻ ഇടപെടുന്ന എൻ്റെ ഗ്രാമങ്ങളിലെ, എൻ്റെ ഗ്രാമത്തിലെ ആളുകളെ, അവരുടെ സ്വഭാവ സവിശേഷതകളെ ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് എൻ്റെ കഥകൾ ഇതുവരെ എഴുതിയിട്ടുള്ളതും അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും. കുറേ കഥകൾ ആകാശവാണിയിലും ആനുകാലികങ്ങളിലും പ്രസിദ്ധീകരിച്ചു. അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് 4 പുസ്തകങ്ങൾ എഴുതിയത്. ഈ 4 പുസ്തകങ്ങൾ, 4ാമത്തെ പുസ്തകത്തിന്, സയാമീസ് ഇരട്ടകൾ എന്ന പുസ്തകത്തിന് ഈ വർഷത്തെ പോച്ചൽ ഖാദർ പുരസ്കാരം, സാഹിത്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതിന് മുമ്പേ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ KGOA നടത്തിയ കഥാമത്സരത്തിൽ ജില്ലാതല മത്സരത്തിൽ 1ാം സമ്മാനം, സംസ്ഥാനതല മത്സരത്തിൽ 2ാം സമ്മാനം ലഭിക്കുകയുണ്ടായി. ഈ അടുത്ത് അവസാനം എന്ന് പറയുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം മാണിയാട്ട് നടത്തിയ കഥാമത്സരത്തിൽ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു കഥ തിരഞ്ഞെടുക്കുകയും അതിന് ഒരു സമ്മാനം ലഭിക്കുകയുണ്ടായി. അതല്ലാതെ മറ്റ് അവാർഡുകളൊന്നും എൻ്റെ ഈ രചന ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കഥ എന്നും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ എന്നെ വേർപെട്ടു പോകാത്ത ഒന്നായി എപ്പോഴും എന്നെ പിന്നാലെയുണ്ട്. നമുക്കറിയാം, കഥകൾ നമ്മൾ ബഷീർ, കാരൂർ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി കഥ അത്രയും ആഴത്തിൽ, അത്രയും ദൂരം സഞ്ചരിച്ച് ഇന്ന് ഈ കാലത്ത് എത്തിയിരിക്കുകയാണ്. ബഷീറിൻ്റെയും കാരൂരിൻ്റെയും ഒക്കെ കാലത്ത് കഥ എഴുതിയത് അന്ന് അവർ ജീവിച്ചിരുന്ന കാലത്തോട് ഒട്ടി നിന്നുകൊണ്ടാണ്. കൃഷിയും അവരുടെ ജീവിതവും ഒക്കെ സന്നിവേശിപ്പിച്ചിട്ടാണ് അവർ നോവലുകളും കഥകളും സർഗാത്മക സാഹിത്യം എന്ന രീതിയിൽ എഴുതി വന്നത്. പിന്നീട് സർഗാത്മക സാഹിത്യത്തിന് വലിയൊരു പ്രയാണം സംഭവിക്കുകയും അതിന് ഭാവനാപരമായ അല്ലെങ്കിൽ പ്രണയത്തെ
കൂട്ടുപിടിച്ചുകൊണ്ട് ഭാവനാപരമായ ഒരു തലത്തിലേക്ക് സർഗാത്മക സാഹിത്യം സഞ്ചരിക്കുകയും ചെയ്തു. പിന്നീട് അത്യന്താധുനിക കാലഘട്ടത്തിൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സർഗാത്മക സാഹിത്യം മുന്നോട്ട് പോകുന്നത്. നാളെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് രചനകൾ എത്തിച്ചേരാം. എൻ്റെ ഒരു കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ അതെൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ ഒരു കഥയാണ്. എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം തികയുന്ന ആ സമയത്താണ് വീട്ടിലെ ഉറുമ്പുകളുടെ വല്ലാത്ത കടന്നുകയറ്റമുണ്ടാകുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും വീടിൻ്റെ ഉള്ളിൽ, ബെഡ്റൂമിൽ, അടുക്കളയിൽ ഒക്കെ ഉറുമ്പുകളുടെ ആക്രമണം. അത് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയില്ല. കാരണം എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു വയൽ പ്രദേശത്താണ്. വയൽ പ്രദേശത്ത് ഭൂമി നനവ് എപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ ഉറുമ്പുകൾക്ക് ഈ നനവുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തലമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ ഉറുമ്പുകളോട് പൊരുതാനാണ് എൻ്റെ ഭാര്യ നിയോഗിക്കപ്പെട്ടത്. രാവിലെ എണീച്ച് നോക്കുമ്പോൾ അടുക്കളയിൽ സ്ലാബിൻ്റെ മുകളിൽ മൊത്തം ഉറുമ്പുകളിങ്ങനെ വരിയായി നിന്നിട്ടുണ്ടാവും. രാത്രി അടച്ചു വെച്ച പാത്രങ്ങളിൽ ഭക്ഷണത്തിൽ ഉറുമ്പുകൾ കടന്നുകൂടിയിട്ടുണ്ടാവും. ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഉറുമ്പുകൾ ബെഡിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഉറുമ്പുകളുടെ അത്രയും ഉള്ള ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവൾ ഉറുമ്പുകളോടും അതേപോലെ എന്നോടും ശകാരിക്കാൻ തുടങ്ങി. അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒരു ബിംബമായി കണ്ടുകൊണ്ടാണ് ഉറുമ്പുകൾ എന്ന കഥ അന്ന് ഞാൻ എഴുതിയത്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ഉറുമ്പുകൾ, ഏതൊക്കെ തരത്തിലുള്ള ഉറുമ്പുകളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഒരു പഠനം നടത്തി. ആ ഉറുമ്പുകൾ എന്ന് എഴുതിയ കഥ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അതുപോലെ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എഴുതിയ കഥയായിരുന്നു അത്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് എൻ്റെ കഥകൾ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ വിരമിച്ചതിന് ശേഷം കുറേ കൂടി ഗൗരവപൂർണമായ വായനയിലേക്കും കഥകളിലേക്കും എഴുത്തിലേക്കും ഒക്കെ ഏർപ്പെടണമെന്നുണ്ട്. എഴുത്തുകാരേക്കാൾ കൂടുതൽ കുറവ് വായനക്കാരുള്ള, അതായത് കൂടുതൽ എന്ന് പറയുന്നത് വായനക്കാരാണ്. കൂടുതൽ എന്നുള്ളത് പറയുന്നത് വായനക്കാരാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇത് വിഭിന്നമായി ജീവിതത്തിൻ്റെ ഒരു താളത്തിലേക്ക്, ജീവിതത്തിൻ്റെ അല്ലാത്തൊരു എഴുത്തിൻ്റെ താളത്തിലേക്ക് എനിക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം അനുവദിച്ചു തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി നമുക്ക് രാജു കാട്ടുപുനം അദ്ദേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. കുട്ടികളുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ നല്ല ബാലസാഹിത്യം രചിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങയുടെ കൃതികളിലെ കഥാപാത്രങ്ങൾ രൂപപ്പെടുന്നതിൽ അങ്ങയുടെ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ? ഇന്നത്തെ തലമുറ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളെ സ്വീകരിക്കുന്നവരാണ്. അവരുടെ വിചാരലോകം വളരെ വിസ്തൃതമാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ഉപയോഗം കൊണ്ട് നമ്മുടെ കുട്ടികൾ ലോകത്തെ കാണുന്നത് ഒരുപക്ഷെ മുതിർന്ന നമ്മളെക്കാളും ഒരു നിരീക്ഷണ പാടവത്തോടെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഈ പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ 34 കൊല്ലത്തെ അനുഭവം, ഞാൻ കുട്ടികളെ നമുക്ക് തുല്യരായ, വെറും കുട്ടികൾ ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരാണ് എന്ന അർത്ഥത്തിലല്ല, കുട്ടികളിൽ നിന്ന് ഒരുപാട് അറിവുകൾ സ്വീകരിക്കപ്പെടാൻ എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് കഴിയും.
കുഞ്ഞിൽ നിന്നുണ്ണുന്നോൻ കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൽ നിന്നുണ്ണുന്നോൻ കുഞ്ഞുണ്ണി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സ് അറിയുന്ന, അവരുടെ മനോവിചാരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നല്ല ബാലസാഹിത്യം രചിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ അനുഭവങ്ങൾ അവരുടെ നിർമ്മലമായ മനസ്സിൻ്റെ, നിഷ്കളങ്കമായ ചിന്തകളുടെ, നമ്മോട് തുറന്നു പറയാനുള്ള അവരുടെ കഴിവിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം കുട്ടികളെ. അങ്ങനെ പറയണമെങ്കിൽ മുതിർന്നവരെ പോലെ വെറുതെ എടുത്തുചാടി പറയുന്നവരല്ല. നമ്മൾ മുതിർന്നവർ, പ്രത്യേകിച്ച് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ ചേർത്ത് പിടിക്കപ്പെടുന്ന കുട്ടികളുടെ മനസ്സിൽ നിന്ന് നിഷ്കളങ്കമായ ആശയങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ രചനയ്ക്ക് ഏറെ ഗുണകരമാവും എന്നുള്ളതാണ്. ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബാലസാഹിത്യങ്ങളുടെ നിരൂപണം നടത്തേണ്ടത് കുട്ടികളാണ്. ബാലസാഹിത്യ രചനകൾ അതിൻ്റെ നിരൂപണവും മുതിർന്ന നമ്മൾ നടത്തുമ്പോഴോ മുൻവിധികളോടെയാണ്. അതിനെക്കുറിച്ച് കുട്ടികൾ തന്നെ അഭിപ്രായങ്ങൾ പറയണം. പുതിയ തലമുറയിലെ കുട്ടികൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥശാലകളൊക്കെ പുതിയ വായനാ ചാലഞ്ചൊക്കെ നടത്തപ്പെടുമ്പോൾ അവർ പറയുന്ന ആശയങ്ങളുടെ ഗരിമ ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ അവർ ഉൾക്കൊണ്ട ആശയങ്ങളുടെ കൃത്യമായ അവതരണമായിരിക്കും. ഈ കഴിഞ്ഞ മാസം കതിരൂർ വിന്നേഴ്സ് ലൈബ്രറി, അവിടെ 30 കുട്ടികൾ ആണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും ഉണ്ട്, എല്ലാ സമയവും 2 വർഷമായി അവർ വിന്നേഴ്സ് പ്രതിഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരു ചടങ്ങ് നടന്നപ്പോൾ, ഒരു പുസ്തക പ്രകാശനങ്ങളുടെ ചടങ്ങ് നടന്നപ്പോൾ 15ഓളം ബാലസാഹിത്യകാരന്മാർ തന്നെ, ഡോക്ടർ കെ ശ്രീകുമാർ തൊട്ട് പ്രമുഖരായ എല്ലാ എഴുത്തുകാരുമുണ്ട്. കുട്ടികൾക്ക് പുസ്തകം കൊടുത്തുകൊണ്ടാണ് പ്രകാശന ചടങ്ങ് നടത്തിയത്, 15 കുട്ടികൾക്ക്. പിന്നീട് അവർ ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ എഴുത്തുകാരൻ സത്യത്തിൽ ഇത്രയും ഗാഢമായ നിലയിൽ പുസ്തകങ്ങൾ സ്വീകരിക്കപ്പെടുന്നവരാണ് പുതിയ തലമുറ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വിന്നേഴ്സ് പ്രതിഭകൾ, അവർ ആ 30 കുട്ടികളും പലയിടങ്ങളിലും, സാഹിത്യ അക്കാദമിയിൽ, തിരൂർ തുഞ്ചൻ പറമ്പിൽ, അതുപോലെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി എഴുത്തുകാരടക്കമുള്ളവരുമായി സംവദിക്കപ്പെടുന്ന ഒരു പ്രത്യേകത കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതവർ 100% സ്വീകരിക്കും. അത് നന്മയുടെ, അല്ലെങ്കിൽ നാം ഈ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് അറിയുന്ന അതിൻ്റെ പ്രസരണം, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ കൃതികളിൽ ഉൾപ്പെടുത്തപ്പെടുന്നത് അനിവാര്യമായ ഒരു കാലത്താണ്. ഒരു പുസ്തകം വെറും കൗതുകത്തിന് വായിക്കുന്നതല്ല. കൗതുകത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ വായനാനുഭവത്തെ ഉൾക്കൊള്ളുന്ന അനുഭൂതികൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, അതിലുപരിയായിട്ട് അടിസ്ഥാനപരമായ ഒരുപാട് അറിവുകളുടെ പ്രതലം കൂടി കൃതികൾക്കുണ്ടാവണം. ഇപ്പോൾ ബാലസാഹിത്യം എന്ന് പറയുന്നത് വെറും ഊഞ്ഞാലിനെക്കുറിച്ചും മഴവില്ലിനെക്കുറിച്ചും മഴയെക്കുറിച്ചും അങ്ങനെയൊക്കെ എഴുതുന്ന ഒരു പ്രതലത്തിൽ നിന്ന് മാറി വളരെ വലിയ ആശയ പ്രതലങ്ങളിലേക്ക് കുട്ടികൾ കടന്നു പോകുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലസാഹിത്യ രചന, ഞാൻ എഴുതിയ കൃതികളിൽ 16 ബാലസാഹിത്യം, മറ്റ് കൃതികളാണ്. ഈ ബാലസാഹിത്യ രചനയ്ക്കുണ്ടാകുന്ന ഒരു സ്വാധീനം, അല്ലെങ്കിൽ മലയാള ബാലസാഹിത്യ മേഖല വളരെ ശക്തമാണ് ഇപ്പോഴ്. കഥകളെപ്പോലെയോ കവിതകളെപ്പോലെയോ അതിനെ കുറ്റം പറയല്ല. ബാലസാഹിത്യങ്ങൾ 2000-3000 ഒക്കെ കോപ്പികളാണ് ഓരോ പുസ്തകങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്, മുഖ്യധാര പ്രസാധകരൊക്കെ തന്നെ, കൈരളി അടക്കം. അപ്പോൾ ബാലസാഹിത്യ രചനയിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന, അതിലൂടെ സംവേദനം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ ഒരുപക്ഷെ ലോകം മുഴുവനും ഇന്നത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഫറാബക്കർ, നേരത്തെ പറഞ്ഞ 6 പ്രതിഭകളുടെ ഒന്ന് ഫറാബക്കറായിരുന്നു. ഫറാബക്കറെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കറിയാം. പലസ്തീനിലെ 2014 യുദ്ധകാലത്ത് ഈ മിസൈലുകളുടെയും ഈ ഡ്രോണുകളുടെയൊക്കെ ശബ്ദാനമായ ഭീകരമായ അന്തരീക്ഷത്തിൽ സത്യത്തിൽ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ നിന്നുകൊണ്ട് ഇൻ്റർനെറ്റിലൂടെ ലോകം മുഴുവനും ഈ ഭീകരത അറിയിച്ചത് ഫറാബക്കറായിരുന്നു. ഫറാബക്കറുടെ പേര് ഇപ്പോഴും കേൾക്കാനില്ല. പലസ്തീനിൽ നടന്ന, ഗാസയിൽ നടന്ന ഈ ഇപ്പോഴത്തുള്ള യുദ്ധത്തിൽ എത്ര പേർ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തവണ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ
ഇറാഖ് ആദ്യം ചെയ്തത് ഇൻ്റർനെറ്റ് നിരോധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ആശയങ്ങൾ നൽകുന്ന 16 വയസ്സുള്ള ഫറാ ബക്കർ എന്ന ഒരു കുട്ടി ചെയ്ത ഒരു ദൗത്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് അവരുടെ ബോധ്യത്തെ ഉണർത്തുന്ന മികച്ച രചനകൾ കുട്ടികൾക്ക് കിട്ടിയാൽ അവർ ആസ്വാദ്യതയോടെ അത് വായിക്കും. അതിൻ്റെ പുസ്തകം മാത്രം വായിക്കണമെന്നല്ല. പുസ്തകം എന്ന് പറയാൻ സാധാരണ നമ്മുടെ ബുക്ക് റീഡിങ് മാത്രമല്ല, മറിച്ച് അവർ ഏത് മേഖലയിലായാലും അത് വായിക്കപ്പെടാനുള്ള സൗകര്യം ഒരുക്കണം. കുട്ടികളുടെ രചനകൾ വളരെ ഗൗരവപൂർവ്വം എഴുത്തുകാരനും അത് പ്രസാധകരും കാണേണ്ടുന്ന ഒരു കാലമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ അങ്ങയുടെ കൃതികളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ പുഴ ഒഴുകുകയാണ്, ചീങ്കണ്ണിപ്പുഴ ചിരിക്കുന്നു, കാട് കരയുന്നു, പ്രകൃതിയുമായി അഗാധമായ ബന്ധമുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോട് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ സാഹിത്യം എത്രത്തോളം മികച്ച മാധ്യമമാണെന്നാണ് അങ്ങ് കരുതുന്നത്? ഞാനവിടെ ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന ലോകപ്രശസ്തയായ ഒരു കുട്ടിയെക്കുറിച്ചാണ് ഇത് ഇപ്പോൾ സീമ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ 13 വയസ്സ് ഇപ്പോഴും 21 വയസ്സായിട്ടേ ഉള്ളൂ. 13 വയസ്സുള്ള ഗ്രേറ്റ തുൻബർഗ് സ്വീഡനിലെ അല്ലേ ആദ്യം പറഞ്ഞ എന്താണ്? പഠിച്ചവരുടെ ആശയങ്ങൾ ഭരണാധികാരികൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ബാല്യം നഷ്ടമാവുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ പഠിച്ച പ്രശസ്തരായ ആളുകളുടെ ആശയങ്ങൾ ഭരണകൂടം ഉൾക്കൊള്ളാതിടത്ത് എന്താണ് നമ്മൾ മൗനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഇട്ട ആ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂൾ ബാഗ് എടുത്തുകൊണ്ട് സ്വീഡൻ്റെ പാർലമെൻറ്റ് മുന്നിൽ ഒരു എന്താണ് ഉത്തമൻ ഓർക്കുന്നില്ലേ, കാലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഒരു ദിവസം ഇരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ സ്കൂൾ യൂണിഫോമും സ്കൂൾ ബാഗുമായി അവിടെ ഉണ്ടാക്കിയ ഒരു പ്ലക്കാർഡുമായി ഇരിക്കാൻ കുട്ടിയുടെ എണ്ണം കൂടി. രാജ്യത്തു കൂടി ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന വേദിയിൽ പോലും ഈ കുട്ടി 10-15 മിനിറ്റ് നേരം ലോകപ്രശസ്തരായ ഭരണാധികാരിയുടെ, അന്ന് ട്രംപ് ഉണ്ടായിരുന്നു, പുടിനുണ്ടായിരുന്നു, ആ യോഗത്തിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഈ കുട്ടിക്ക് മനോരോഗമാണ് എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ്. ആ ഡൊണാൾഡ് ട്രംപ് ഈ കുട്ടിക്ക് അന്ന് ഗ്രേറ്റ ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്വിറ്റർ അയച്ചിരുന്നു. അതേ ഗ്രേറ്റ തുൻബർഗ് കഴിഞ്ഞ തവണ നമ്മുടെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം കാണിച്ച വിഭ്രാന്തികൾ കണ്ട് ഈ കുട്ടി അതേ ഭാഷയിൽ തിരിച്ച് റൊണാൾഡ് ട്രംപിന് ഇത് ചിൽ റൊണാൾഡ് ചിൽ, താങ്കൾ എന്താണ് ഇത്രമാത്രം അസ്വസ്ഥനാവുന്നത്? താങ്കളൊരു കാര്യം ചെയ്യുമോ, കൂട്ടുകാരെയും കൂട്ടി ഒരു സിനിമ കാണൂ എന്ന് എഴുതാൻ 13-14 വയസ്സുള്ളൊരു കുട്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ധീരതയുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ സ്ത്രീപക്ഷം മാത്രമല്ല, കുഞ്ഞുപക്ഷം പോലും ആണ്. അത്രയും ധീരമായി പ്രതികരിക്കുന്ന ലോകത്തെ കുട്ടികൾ ഇന്നത്തെ നമ്മുടെ തലമുറയുടെ അവർക്കറിയാനുള്ള, എഴുത്തിലൂടെ അറിയിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ സാഹിത്യത്തിനും ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. ഞാനത് പ്രകൃതിയെ തന്നെയാണ്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയുടെ എല്ലാ സുന്ദരമായ നമ്മുടെ പാരിസ്ഥിതിക സൗന്ദര്യം നിലനിർത്തുന്നതോടൊപ്പം ഇന്നുണ്ടാകുന്ന ഈ ദുരന്തങ്ങൾക്ക് എന്താണ് പ്രതിവിധി, ഭരണകൂടങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം, അത്തരത്തിലുള്ളൊരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകണം. യാത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ, പരമാവധി യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞത്, അത് പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയൊരു എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ കരുതുകയാണ്. സ്ത്രീപക്ഷ രചനകൾ പലപ്പോഴും കേവലം വിലാപങ്ങളായി ഒതുങ്ങിപ്പോകുന്നു എന്ന വിമർശനമുണ്ട്. അനുഭവങ്ങളെ സർഗാത്മകമായി ഒരു അടയാളപ്പെടുത്തലായി മാറ്റാൻ എഴുത്തുകാർ അല്ലെങ്കിൽ എഴുത്തുകാരി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇക്കാലത്തെ സാഹിത്യരചനകളിലൊന്നും നിരന്തരമായി നിലവിളിക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണാറില്ല. ഇന്നത്തെ സാമൂഹ്യാവസ്ഥയിൽ കേരളത്തിലെ പരിപൂർണ സാക്ഷരത നേടിയവരാണ് സ്ത്രീകൾ. ഈ സാക്ഷരത കൊണ്ട് നേടിയ സ്വാതന്ത്ര്യബോധം
ആത്മബോധം വളരെ ശക്തമാണ് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പോൾ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ജീവിത പ്രതിസന്ധി വരുമ്പോൾ ഞാനും കരയാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും ഒറ്റയ്ക്ക് കരയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുർബലരാണ് എന്ന് പറയാൻ പറ്റില്ല. കഥാപാത്രങ്ങളൊക്കെ നിരന്തര അനുഭവത്തിലൂടെ സ്വയം പരുവപ്പെട്ട് ആത്മധൈര്യം പ്രാപിച്ച് അതിനൊക്കെ ശക്തമായ എതിരിടുന്നവരാണ് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് ഇന്ന് വരുന്നത്. കെ.ആർ. മീരയുടെ ആരാച്ചാറുള്ള കഥാപാത്രം നോക്കാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. വളരെ ശക്തമായ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരിയാണ്. ഒരുപാട് പേരുണ്ട്. നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളൊക്കെ കഥകളിലും നോവലുകളിലും സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുരാണേതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവരൊക്കെ പിന്നീട് ശക്തരാവുന്നുണ്ട്. നമ്മളൊക്കെ അവർ ദുർബലരാണ്, നിരാശപ്പെട്ടവരാണ്, തകർന്നു പോയവരാണെന്ന് പറയും. പക്ഷേ ഈ കഥാപാത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രങ്ങൾ അത് അതിജീവിച്ചത് കൊണ്ടാണ്. തീർച്ചയായിട്ടും പരാജയപ്പെട്ടവരല്ല അവരെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ കഥയിലേക്ക് ഒരു 5 പുരാണ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നപ്പോൾ സമകാലിക ജീവിതത്തിൽ ഇത്തരം സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതിന് പുതിയൊരു പരിപ്രേക്ഷ്യം നൽകിക്കൊണ്ട് അവരിങ്ങനെയായിരുന്നു ചിന്തിച്ച്. ഒരു ഉദാഹരണം മാത്രം പറയാം. അഹല്യ ഇന്ദ്രൻ്റെ ചതിയിൽപ്പെട്ട് പാപം ചെയ്തു പോയതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നതെന്നാണ് കാലാകാലങ്ങളായി വിചാരിക്കുന്നത്. അപ്പം ഞാനത് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന അഹല്യ ഒരിക്കലും ചതിക്കപ്പെട്ടവളല്ല. അവൾക്ക് ദേവലോകത്ത് വെച്ച് തന്നെ ഇന്ദ്രനോട് പ്രണയമുണ്ടായിരുന്നു. ഇന്ദ്രൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് അഹല്യയായിരുന്നു. പിന്നീട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ സന്യാസിയുടെ ഭാര്യ ആയപ്പോൾ ആ പഴയ പ്രണയം ഇന്നത്തെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സമകാലിക ജീവിതത്തിലുണ്ടല്ലോ, ആ പഴയ പ്രണയത്തെ സൂക്ഷിക്കുകയും ഒരവസരം കിട്ടിയാൽ അയാളെ സ്നേഹിക്കാൻ ഒന്ന് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം പാപം ചെയ്ത്. പക്ഷേ അഹല്യ പറയുന്നുണ്ട്, ഇതിനായിട്ട് ഞാൻ എത്രയോ യുഗങ്ങളായി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുതിയ പരിപ്രേക്ഷ്യത്തിലേക്ക് നമുക്ക് ആ അഹല്യയെ കൊണ്ടുവരാം. അവൾ ശക്തയാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ ശക്തർ തന്നെയാണ്. പിന്നെ ചില സന്ദർഭങ്ങൾ മനുഷ്യ സഹജമായ ചില വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് ചില കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിത്തീരുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കുമ്പോഴാണല്ലോ ആ കഥാപാത്രത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദുർബലപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രത്തെയും അനുവാചകർ, ആസ്വാദകർ ഒരിക്കലും തോളിലേറ്റി അല്ലെങ്കിൽ ഹൃദയത്തിലേറ്റി നടക്കുകയില്ല. മിക്കവാറും കഥയിൽ ഇപ്പോൾ രാച്ചിയമ്മ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് അവരെത്രയധികം സഹനങ്ങളിലൂടെയാണ് ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്ഥൈര്യത്തിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് ഉമ്മാച്ചു വായാൽ, ഉമ്മാച്ചുവിൻ്റെ ജീവിതം വേണമെങ്കിൽ വിലയിരുത്തുമ്പോൾ, ഉറൂബിൻ്റെ ഉമ്മാച്ചു എടുക്കുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്. എന്നിട്ടും ഈ ഒരു വലിയ ഒരു കുടുംബമെന്ന ഒരു പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു സ്ത്രീയെ ദുർബലപ്പെടുത്തി അവസാനിപ്പിക്കുന്നില്ല. പല നോവലുകൾ എടുത്തു കഴിഞ്ഞാലും, ഇതിഹാസങ്ങൾ മാത്രമല്ല സമകാലിക കഥകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് ഇടങ്ങളുണ്ട് അവരുടെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനും സഞ്ചരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും. ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു കാലത്ത് കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ നിശബ്ദരായിരുന്നു. പിന്നീട് പതുക്കെ നമ്മൾ കണ്ടത്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് നല്ല കുട്ടികളെന്ന് പറയും നമ്മൾ. പ്രതികരിക്കാത്ത പെൺകുട്ടികൾ നല്ലവർ, പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾ അല്പം കുരുത്തം കെട്ടവരെന്ന് പറയും. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പതുക്കെ നമ്മളെ സിലബസിൽ കുറേ മാറ്റങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വന്നപ്പോൾ നമ്മൾ ഒരുപാട് അവരെക്കുറിച്ച് സംസാരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ തീപ്പൊരികൾ നമ്മൾ ശരിക്കും സാക്ഷികളാണ്, കണ്ടറിഞ്ഞതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും എഴുന്നേറ്റ് നിന്ന് കൈ ചൂണ്ടി അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് ഉറക്കെ പറയാൻ ശീലിച്ചു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് പെൺകുട്ടികൾ സംസാരിക്കുകയും എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും വെറുപ്പുകൾ കാണിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴേ എനിക്ക് തോന്നുന്ന ആണും പെണ്ണും എതിർക്കാനും അല്ലെങ്കിൽ അഭിപ്രായം പറയാനും പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ദുർബലരായ കഥാപാത്രങ്ങളെ നമ്മളിവിടെ സൃഷ്ടിച്ചു വെച്ചാൽ വായനക്കാരായ ഈ സമൂഹം ചോദിക്കും, അയ്യേ ഇങ്ങനെയും സ്ത്രീകളോ? അങ്ങനെ ചോദിക്കാൻ ഇടവരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ സ്ത്രീകൾ അങ്ങനെ ഒരു വിഭാഗമായിട്ടില്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെ ഒഴുകുന്നവർ. നമ്മൾ സ്ഥിതി സമത്വം, ഇപ്പം ജെൻഡർ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊപ്പം ഒഴുകുകയാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഒരു നല്ല എന്താ പറയുക വില അല്ലെ ആത്മബോധം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാലും ചിലർ ഇതൊന്നും വയ്യാതെ ഒതുങ്ങിപ്പോകുന്നുണ്ട്. ആ ഒതുങ്ങിപ്പോകുന്ന ഒരു ന്യൂനപക്ഷത്തെക്കുറിച്ച് അത് ആര് വിചാരിച്ചാൽ അവരവൻ വിചാരിക്കാതെ ഒരാളും എന്താ പറയുക ഒരു ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്ഥൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഉയരില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും പറയുന്നത് കേട്ട് അയ്യോ എന്നും പറഞ്ഞ് കരഞ്ഞ് ഒരു ഭാഗത്ത് ഇരുന്നെങ്കിൽ ഞാൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ദുർബലരായ ഒരുപാട് സ്ത്രീകളുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് അയ്യോ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഉള്ള ആളുകൾ സ്വന്തം തൊഴിലിടങ്ങൾ കണ്ടെത്തി, പിന്നെ വിദ്യാഭ്യാസം മാത്രമല്ല സ്വന്തം കയ്യിൽ കാശ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഞാനും ഒരു മനുഷ്യജീവിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടും സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സമകാലിക ജീവിതത്തിൽ എഴുതപ്പെടുന്ന എല്ലാ കൃതികളിലും പിന്നെ എന്താണ് സ്ത്രീകൾ വളരെ ശക്തരാണ്. അതിന് ഉദാഹരണം പറയുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നോവലിൽ എൻ്റെ നാട്ടിലുള്ള 2 കഥാപാത്രങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീണ്ടാരിപ്പുരയിലെ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു സാധാരണ 2 സ്ത്രീകളെ ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് അവരെ എടുത്തത്. അവർ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയ ദുരന്തം വരികയാണ്. ദുരന്തം എന്ന് പറയുന്നത് ഇനി ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഞാനൊരു 4-5 വർഷം മുമ്പ് 2018 ചിന്തിക്കുകയാണ്, ഈ തീണ്ടാരിപ്പുരകൾ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഉത്തരേന്ത്യയിലൊക്കെ ചൗപ്പാടികളെന്ന പേരിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. നേപ്പാളിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ സ്ത്രീകൾ തീണ്ടാരികളായി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കണം. അവരനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന കാരണം രാഷ്ട്രീയ സാഹചര്യം മാറി, സാംസ്കാരിക രീതികളൊക്കെ ഇന്ത്യയിൽ നിന്ന് മാറി, നമ്മളും കുറേ കാലമായല്ലോ ജീവിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിൻ്റെ അനുരണനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്ത്രീകൾ പ്രതിരോധിക്കുക? അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുമ്പോഴേ കുറച്ച് സ്ത്രീകൾ, 1-2 സ്ത്രീകൾ അവരുടെ നേതൃത്വത്തിൽ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ സമരവും നയിച്ചുകൊണ്ട് അവർ പോകുന്നില്ല. പക്ഷേ അവർ ഓരോ മനുഷ്യരുടെ ഉള്ളിലേക്കും കയറി ചെന്ന് ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ 2 സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. അത് പിന്നീട് ഒരു പ്രസ്ഥാനം ഏറ്റെടുത്ത് അവിടെ ശുദ്ധി കലശം നടത്തുന്നതാണ്. അപ്പോൾ സ്ത്രീകൾ സാഹചര്യത്തിനനുസരിച്ച് പരുവപ്പെട്ട് സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്തി നല്ല കഥാപാത്രങ്ങളായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ പുതിയ തലമുറ അത് വായിക്കുന്നില്ല എന്ന്, പുസ്തകം വായിക്കുന്നില്ല അല്ലെങ്കിൽ വായന മരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിനർത്ഥമില്ല. കാരണം അവർക്ക് രുചികരമായ വിഭവങ്ങൾ വിളമ്പിക്കൊടുത്താൽ മാത്രമേ അവരിത്. ഒരു കാലത്ത് 93കളിൽ ലജ്ജ എന്നൊരു നോവൽ എഴുതി അവരെ വധിക്കാനടക്കം ആ ഗവൺമെൻറ്, ബംഗ്ലാദേശ് ഗവൺമെൻറ് അത് ബാൻ ചെയ്ത് അവരെ രാത്രിക്ക് രാത്രി അവിടുന്ന് പലായനം ചെയ്ത് വന്നൊരു സ്ത്രീയാണ്. എഴുത്ത് എന്ന് പറയുന്നതൊരു താൽക്കാലിക പ്രതിഭാസമല്ല, അല്ലെങ്കിൽ നേരം പോക്കല്ല. തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്വം അവരുടെ തോളുകളിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം തന്നെയാണ്. എഴുതുമ്പോൾ ഒരിക്കലും വായനക്കാരനെ കാണുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങ് മാത്രമാണ് എഴുത്ത്. തുറന്നു പറയാണ്, എൻ്റെ സ്വാർത്ഥതയിലധികം ഞാൻ മറ്റാരെയും കാണാറില്ല. 100 പുസ്തകങ്ങൾ വായിച്ചാലാണ് ഒരു പുസ്തകം എഴുതാൻ കഴിയുക.